ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻസ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഹൈ പേയ്മെൻറ്റ് തരുന്ന സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിംഗ് ജോബിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല ഹൈ പേയ്മെൻറ്റ് തരുന്ന അത്യാവശ്യം നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ജോബ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഒരു ഈസി ടൈപ്പിംഗ് ജോബാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് നോക്കി നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടും നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നമുക്ക് മൊബൈൽ ഫോൺ തന്നെയാണ്. നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണോ, വേൾഡ് വൈഡ് എവിടെ ഇരുന്ന് വേണോ, ഏത് ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഇത് 100% നോ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അതുപോലെ നമുക്ക് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ജോബാണ്. ഇതിൽ നമുക്ക് ഒരു പേയ്മെൻറ്റോ കാര്യമോ ഒന്നും ആവശ്യം ഇല്ല. നമുക്ക് വേൾഡ് വൈഡ് ഇരുന്ന് ഏത് സമയം വേണോ നമുക്ക് വർക്ക് ചെയ്യാം. അത്രയും ഈസി ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. അപ്പോൾ 100% ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ജസ്റ്റ് ടൈപ്പിംഗ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളെല്ലാവരും ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് ഇരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കിടുക. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി ഒരു ഹെൽത്ത് ബേസ്ഡ് ടൈപ്പിംഗ് ജോബാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്തി ഡയറ്റ്സ്, അതുപോലെ ചാർട്ട് കാര്യങ്ങൾ, എന്തൊക്കെ നമുക്ക് ടിപ്സ് നമുക്ക് ഹെൽത്തിന് യൂസ് ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ്ലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പിംഗ് ജോബാണ്. ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഫുൾ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ജോബും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കണ്ടൻസ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് എങ്ങനെയാണ്, എത്രത്തോളമാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാം. അപ്പം എത്രത്തോളം നമുക്ക് ഏൺ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ബേസ്ഡ് ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് നമുക്ക് റീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ 100 വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ, റൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് $10 കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 80 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം നമ്മളൊരു 1200 വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് $1200 എന്ന് വെച്ചാൽ 9600 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരുന്ന, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. കാരണം നമ്മൾ കുറഞ്ഞത് ഒരു 5 ആർട്ടിക്കിൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 80 രൂപയാണ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ വെബ്സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് പേപാൽ, അതുപോലെ പേ ഓണർ, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. പേപാൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. നമുക്ക് USA, കാനഡ, ഇന്ത്യ, ബംഗ്ലാദേശ്, UAE കൺട്രീസിലെല്ലാം ഈ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. നമുക്ക് വേൾഡ് വൈഡ് ഇരുന്ന് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ത് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഇത് എന്ത് ആപ്പാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, എത്രത്തോളം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓണായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത്
ആർട്ടിക്കിൾസ് ടൈപ്പ് ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. സ്വന്തമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടുകയും പേയ്മെൻറ്റ് പാസ്സാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ChatGPT എന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ChatGPT എന്ന് വരും. ഇതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ChatGPTയിൽ നമ്മൾ സെർച്ച് ചെയ്യുക, നമുക്ക് ഏതാണ് കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് റൈറ്റ് 1200 വേർഡ്സ് എബൌട്ട് ഡയറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഡയറ്റിനെ പറ്റിയിട്ടുള്ള 1200 വേർഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അവരായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ChatGPT വഴി നമുക്കത് അവരായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ആർട്ടിക്കിൾ നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്താൽ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ആർട്ടിക്കിളാണ് നമ്മൾ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർച്ചിൽ ഒരുപാട് സെർച്ച് നമുക്ക് വരുന്നതായിരിക്കും, നോർമലി വരുന്നത് പോലെ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതും സെയിം മെത്തേഡ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ ക്വിൽബോട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ നമ്മൾ കയറിയതിന് ശേഷം ഇതിൽ പാരാഗ്രാഫർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സൈറ്റാണ് ക്വിൽബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് അതിനിവിടെ പേസ്റ്റ് ചെയ്ത് നമ്മളുടെ ക്രിയേഷനിൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ്, ഒരു ആർട്ടിക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് നമ്മളുടേതായ കുറേ ടച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആർട്ടിക്കിളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ആ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, നമുക്ക് ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നമ്മളുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ അതേപോലെ തന്നെ 1200 വേർഡ്സ് വരുന്ന ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് വഴിയോ സെക്കൻഡ് മെത്തേഡ് വഴിയോ തേർഡ് മെത്തേഡ് വഴിയോ ഏത് വഴിയോ നമ്മൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഏതാവട്ടെ ആ ഒരു ആർട്ടിക്കിൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെസ്സേജ് വരുന്നതുണ്ടായിരിക്കും, നമ്മളെ സബ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും. നമ്മളുടെ മെയിൽ ത്രൂ ആയിരിക്കും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് വിഡ്രോവൽ മെത്തേഡിൽ നിന്ന് നോക്കാം. അപ്പോൾ മെയിൽ വന്നതിന് ശേഷം നമ്മളുടെ മെയിലിലായിരിക്കും ഡയറക്റ്റ് വിഡ്രോ മെത്തേഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആർട്ടിക്കിൾസ് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പിംഗ് ജോബാണ്. അപ്പോൾ ഈ ജോബിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.